മോളെ, ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല. എന്തൊക്കെയായാലും ഇവറ്റകൾ അന്യന്മാരല്ലേ? അന്യന്മാരെ കിടപ്പുമുറി കയറ്റി കിടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ, അല്ലേ? പിന്നെ ഒരു മര്യാദ വേണ്ടേ? വരിക, കാണുക, പോവുക, അത് ന്യായം. അച്ഛന്റെ എത്ര വലിയ സുഹൃത്തായാലും അത്രേ പാടുള്ളൂ. ആദ്യം ഉച്ചയ്ക്ക് പോകുന്നു വിചാരിച്ചു, പിന്നെ വൈകുന്നേരം പോകുന്നു വിചാരിച്ചു. ഇതിപ്പോ രാത്രി നേരെ എത്രയായി? ഇതെന്താ ഇവന്റെയൊക്കെ തറവാടാ? അയ്യേ. അതെ, എന്താ മോഹൻദാസ് സാർ ഉള്ളപ്പോഴും വക്കീൽ സാർ ഇവിടെ വരാറുണ്ട്. 10-15 ദിവസമൊക്കെ താമസിച്ചിട്ടേ പോവാറുള്ളൂ. ആ, നേരത്തെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയതാ കുഴപ്പമായത്. എന്തു കുഴപ്പം? അവര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? മോഹൻ സാർ ഒരു ഗതിയില്ലാതെ കോഴിക്കോട് അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഈ വക്കീൽ സാർ പല സഹായങ്ങളും ചെയ്തിട്ടുള്ളതാ. എനിക്ക് ഈ പഴംപുരാണൊന്നും കേക്കണ്ട. കുട്ടികളുടെ അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം? ഇയാള് തന്നെ ഇവിടുത്തെ പ്രശ്നം. അങ്കിൾ, നീ മിണ്ടരുത്. എത്രയോ കുറ്റവാളികളുടെ മനഃശാസ്ത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പലതും മനസ്സിലായി. വലിയ വിശേഷമൊന്നും പറയണ്ട. മോഹൻദാസ് ഉണ്ടായിരുന്നപ്പോ ഈ വീടിന്റെ 4 അയലത്ത് പോലും വന്ന് എത്തി നോക്കാത്ത താൻ കൂടുതലൊന്നും പ്രസംഗിക്കണ്ട. എനിക്കെല്ലാം അറിയാം. ഇയാൾക്കൊന്നും അറിയില്ല. ഞാൻ ഇവിടെ കാലുകുത്തിയ ആ നിമിഷം എന്റെ അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നില്ല. മോഹൻദാസ് ഇയാളെ ഈ ഗേറ്റ് കടത്തിയില്ല. ആരും മോഹൻദാസാ? അല്ല, ഭഗവൽദാസ്. ശ്രീദേവിയും മോഹൻദാസും തമ്മിലുള്ള ബന്ധം പൊളിക്കാൻ സകല പാരയും വെച്ച വിഷജീവിയല്ലേടോ താൻ. സൂക്ഷിച്ച് സംസാരിക്കണം. അങ്കിൾ പ്ലീസ്. മോള് വെറുതെ ഇരിക്കും. സത്യം നിങ്ങളും കൂടി അറിയണല്ലോ. ആ ബന്ധത്തെ ഞാൻ എതിർത്തിരുന്നു. എന്തുകൊണ്ട് എതിർത്തു? അവരുടെ സ്നേഹത്തിന് എന്തുമാത്രം ആഴമുണ്ടെന്ന് അറിയാൻ വേണ്ടി എതിർത്തു. നല്ല ആഴമുണ്ടെന്ന് മനസ്സിലായപ്പോ കല്യാണത്തിന് സംഭവിച്ചു, അല്ലേ ശാന്തേ? ആ, അതെ. ആര് സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചേ. ഇയാള് സമ്മതിച്ചെങ്കിൽ പിന്നെ എന്തിനാ അവർ ഒളിച്ചോടി? അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു, പറഞ്ഞില്ലടോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത് ഒളിച്ചോടിക്കോളാൻ. തനിക്കറിയോ, അന്ന് ചാലക്കുടി കോഴിക്കോട്ട് പാസ്റ്റ് പാസഞ്ചറിൽ 18 രൂപയും 30 പൈസക്ക് ടിക്കറ്റ് വാങ്ങി രണ്ടുപേരും കയറ്റി വിട്ടു ഞാനാ. നുണ, ശുദ്ധ നുണ. അങ്ങനെ ഒരു സംഭവമേ മോഹൻദാസ് പറഞ്ഞിട്ടില്ല. പറയില്ലല്ലോ. ആ സംഭവം ചെവി അറിയരുതെന്ന് അപ്പൊ തന്നെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്നെ തന്നോട് ഇതൊക്കെ പറയാൻ താൻ ആരാ? അവന്റെ അമ്മാവനോ അളിയനോ? ഞാൻ ആരാണ് തനിക്ക് പിന്നീട് മനസ്സിലാകും. താൻ തന്റെ പെങ്ങളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് കേസ് കൊടുത്തില്ലേടോ? എന്ത് ഹേബിയസ് കോർപ്പസ്? ആ, ഇതൊക്കെയാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. മോളെ, ഞാൻ കോടതിയെ സമീപിച്ചത് ശരിയാ. എന്തിനാന്നറിയോ? അവർക്ക് പോലീസ് സംരക്ഷണത്തോടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. നിർഭാഗ്യത്തിന് എന്റെ വക്കീലിന് സ്വല്പ കേൾവി കുറവുണ്ടായിരുന്നു. ഞാൻ പോലീസ് സംരക്ഷണം എന്ന് പറഞ്ഞത് അയാൾ കേട്ടത് ഹേബിയസ് കോർപ്പസ് എന്നാ. അതെങ്ങനെയാ? ഇതുപോലത്തെ വക്കീൽമാരല്ലേ? ഇതൊക്കെ വിശ്വസിക്കാൻ കാതിലിപ്പൂ വെച്ച് കളിക്കവളയുന്ന ആള് വരും. പോലീസ് സംരക്ഷണം ഹേബിയസ് കോർപ്പസ് ആയത്രേ. ഓഹോ, ഇങ്ങനെ കല്ല് വെച്ചെന്നുള്ള പറയുന്ന ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. അതുകൊണ്ട് ഏത് സത്യവും തനിക്ക് നോണയായിട്ട് തോന്നും. മോഹൻദാസിനെ താൻ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതോ? തല്ലിച്ചതോ? ആ, ഈ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് താൻ ഇത്രയും പറഞ്ഞതിൽ ആകെയുള്ള